മൂന്നാം ഘട്ട അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഏറ്റവും സന്തോഷകരമായ വാർത്ത, എനിക്ക് ഏറ്റവും പോസിറ്റീവായി തോന്നിയ കാര്യം, ഒരുപാട് ആളുകൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ രാവിലെ ഈ ചെറിയ സമയമാകുമ്പോഴത്തേന് എന്നെ ഒരുപാട് ആളുകൾ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ പല സ്കൂളിലും അവർ ആഗ്രഹിച്ച സ്കൂളിൽ സീറ്റ് കിട്ടി എന്ന സന്തോഷ വാർത്തയാണ് അവർ അറിയിച്ചത്. ചിലപ്പം വ്യത്യസ്തമായിരിക്കാം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ സീറ്റ് കിട്ടിയോ ഇല്ലയോ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ശരിക്കും തേർഡ് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിൽ നിങ്ങൾ താൽക്കാലികമായ ഒരു സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി, താൽക്കാലികമായ ഒരു സ്കൂളിൽ നിങ്ങൾ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു, നിങ്ങൾ ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ടും നിങ്ങൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. ഇനി താൽക്കാലികമായി ജോയിൻ ചെയ്യുക, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുന്ന പരിപാടി ഇല്ല. ഇതാണ് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കേട്ടോ. അതായത് ടെമ്പററി ഇനി പരിപാടി ഇല്ല, നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പെർമനന്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. റെഡി? അപ്പോൾ ആദ്യത്തെ നിങ്ങൾ മൂന്നാം അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായി ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ സ്കൂൾ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ ഇഷ്ടപ്പെട്ട സ്കൂൾ, അതിലൊന്നും ഇവിടെ കാര്യമില്ല. ഏതാണോ തേർഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ നിർബന്ധമായും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. റെഡി? ഇനി നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് നിങ്ങളിപ്പം കിട്ടിയ സ്കൂൾ തന്നെയാണെങ്കിൽ അവിടെ തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ താൽക്കാലികമായി ജോയിൻ ചെയ്ത സ്കൂളിൽ നിന്ന് ഡാറ്റയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് നിങ്ങൾക്ക് പുതിയതായി കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യുക. റെഡി? ഇനി നമുക്ക് പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ആയിരിക്കില്ല കിട്ടിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ സയൻസിന് ആഗ്രഹിച്ച് കിട്ടിയ ചില കൊമേഴ്സ് ആയിരിക്കും, കൊമേഴ്സ് ആഗ്രഹിച്ച് ചിലപ്പോൾ കിട്ടിയ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, ഹ്യൂമാനിറ്റീസ് ആഗ്രഹിച്ച് ചിലപ്പോൾ കിട്ടിയ കൊമേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇനി ഈ ഇതിൽ പോകുന്നില്ല, ഞാൻ അടുത്തതിന് വെയിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് നിർബന്ധം നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അല്ലെന്ന് പറഞ്ഞ് അഡ്മിഷൻ പോവാതെ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റിനെ നിങ്ങൾ പുറത്താവും. അതുകൊണ്ട് സബ്ജക്റ്റോ സ്കൂളോ ഒന്നും ഇപ്പം നിങ്ങളുടെ തലയിലില്ല. ഏത് സ്കൂളാണോ കിട്ടിയത് നേരെ പോവുക, അവിടെ ജോയിൻ ചെയ്യുക. ഇനി എപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതിൽ നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റിൽ മാറാൻ വേണ്ടി കഴിയുക? അതായത് മുഖ്യ അലോട്ട്മെന്റ് പ്രവേശനം നേടിയവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും വിഷയവും ലഭിച്ചില്ലെങ്കിൽ സ്കൂൾ അഥവാ കോമ്പിനേഷൻ മാറ്റത്തിന് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സയൻസ് സീറ്റിൽ ഒഴിവ് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതിനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോഴല്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഏകദേശം എനിക്ക് 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അഡ്മിഷൻ കാര്യങ്ങൾ ക്ലാസ് ഒക്കെ തുടങ്ങി ഏകദേശം 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സംവിധാനം വരിക. ഓക്കെ, അതുകൊണ്ട് ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് 8ന്റെ പണി ഒരു കൊല്ലം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായി നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി 2024 ജൂൺ 21 അല്ലെ വൈകിട്ട് 5 മണി വരെ, 21 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട്. ആ കാര്യങ്ങളൊക്കെ വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഇനി ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടെൻഷൻ അടിക്കാൻ, നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നു. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുക. നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കണം എന്നതാണ്. ഇനി വേറെ അലോട്ട്മെന്റ് പ്രോസസ് ഒന്നും ഇനി വരാനില്ല. അതായത് നിലവിൽ നമ്മൾ ആരംഭിച്ച അലോട്ട്മെന്റ്, ഇപ്പോൾ കറന്റ് ഓൺഗോയിങ് ആവുന്ന അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, ഈ പരിപാടി കഴിഞ്ഞു. ഇനി ഈ ഒരു പ്രോസസ്സിലേക്കുള്ള അലോട്ട്മെന്റുകൾ ഇനിയില്ല, ഇത് അവസാനത്തതാണ്. അപ്പോൾ താൽക്കാലികമില്ല, പെർമനന്റ് ആയിട്ട് വേഗം പോയി ജോയിൻ ചെയ്യുക. ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടിയോ ഇല്ലത് കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, സ്കൂളിൽ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യണം. അതുവരെ ബൈ.